ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വാർത്തകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരവും അല്ലാതെ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് കർശനമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി അതിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ മീഡിയ വിഭാഗം അത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിന് കൈമാറുകയും അതിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ +1 അലോട്ട്മെൻറ്റ് 2 ദിവസം നല്ല രീതിയിൽ നടന്നു. ഇന്നുകൂടി ആ +1 അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. പോളിടെക്നിക്കിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഇന്ന് നടക്കുന്നുണ്ട്. ഇതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഏതാണ്ട് ഭൂരിപക്ഷ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വളരെ നല്ലൊരു നിലയിൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനം, ആളുകൾ ആശങ്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അത് വളരെ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ്. അപ്പോൾ ആ നിലയിലുള്ള പിന്തുണയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പൊതുവിൽ മലപ്പുറം ജില്ല നൽകുന്ന ഒരു സഹകരണം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് പാണക്കാട് അവിടെ ഇന്ന് ചൊവ്വാഴ്ച ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഒരു ദിവസമാണ്. അത് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര മാതൃകാപരമായിട്ട് എല്ലാവരും ഇതിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് നന്ദിയും അറിയിക്കുന്നു.